ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻകം ഫ്രം സാലറിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറി. പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറി മീൻസ് ഒരു സാലറിക്ക് പുറമെ ഒരു എംപ്ലോയിക്ക് എംപ്ലോയറിൽ നിന്നും, അതിപ്പോൾ ടെർമിനേഷൻ സമയത്താവാം അല്ലെങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പോ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേയ്മെൻറ്റിനെയാണ് നമ്മൾ പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറി എന്ന് പറയുന്നത്. It means any payment made by an employer to the employee instead of salary. സാലറിക്ക് പകരമായിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറി എന്ന് പറയുന്നത്. പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറീസ് ടെർമിനൽ ബെനിഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി എന്ന് പറയുന്ന ഒരു ടെർമിനൽ ബെനിഫിറ്റ്സ് ആവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു അതൊരു ടെർമിനൽ ബെനിഫിറ്റ്സ് ആവണമെന്നില്ല. പകരം എന്താണ്, എനി അഡീഷണൽ കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഫ്രം ദെയർ എംപ്ലോയർ ബിഫോർ ജോയിനിങ് ഓർ ആഫ്റ്റർ ടെർമിനേഷൻസ് ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ബിയോണ്ട് ദ റെഗുലർ മന്ത്ലി സാലറി. അല്ലേ, അയാളുടെ സാലറിക്ക് പുറമെ ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആവാം, അല്ലെങ്കിൽ അയാൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അയാൾക്ക് കിട്ടുന്ന എംപ്ലോയറിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ടൈപ്പ് ഓഫ് പേയ്മെൻറ്റോ ബെനിഫിറ്റ്സോ ആവാം. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറിയിൽ ഏതൊക്കെ ഐറ്റമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അയാളുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് സാലറിക്ക് പുറമെ അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറിയിൽ കാണിക്കാവുന്നതാണ്. ദെൻ കോമ്പൻസേഷൻസ് ഫോർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫ്രം ദ എംപ്ലോയർ. അല്ലെങ്കിൽ അയാളുടെ എംപ്ലോയ്മെൻറ്റ് ടേംസിലോ കണ്ടീഷൻസിലോ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതുമൂലം ഈ എംപ്ലോയിക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതും നമുക്ക് പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറിയിൽ കാണിക്കാവുന്നതാണ്. ദെൻ പേയ്മെൻറ്റ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ദെൻ പേയ്മെൻറ്റ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. ഇപ്പം ആ എംപ്ലോയി ആ കമ്പനിയുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പനി അദ്ദേഹത്തിൻ്റെ പേരിൽ, എംപ്ലോയിയുടെ പേരിൽ കീമാൻ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കീമാൻ ഇൻഷുറൻസ് പോളിസി ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറിയിൽ കാണിക്കാവുന്നതാണ്. ദെൻ പേയ്മെൻറ്റ് ബിഫോർ ജോയിനിങ് സർവീസ് ഓർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് സർവീസ്. ഇത് നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. സർവീസിൽ ജോയിനിങ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സർവീസിൽ നിന്നും ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്നതായിട്ടുള്ള പേയ്മെൻറ്റ്സും പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറിയിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 3 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ ഈ പറയുന്ന പേയ്മെൻറ്റ്സ് ഒന്നും ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി, പേയ്മെൻറ്റ് ഇൻ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ, അതായത് കോൺട്രാക്റ്റൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ, പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് വളണ്ടറി റിട്ടയർമെൻറ്റ്, പേയ്മെൻറ്റ് മെയ്ഡ് ഫ്രം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇതൊന്നും പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറി എന്ന ഹെഡിൽ ഉൾപ്പെടില്ല എന്നാണ് പറയുന്നത്. അതായത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സുകളിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടെർമിനേഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന പേയ്മെൻറ്റും നമുക്ക് പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറിയിൽ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഡെത്ത് കം റിട്ടയർമെൻറ്റോ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷനോ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനോ അതൊക്കെ കോൺട്രാക്റ്റൊക്കെ ടെർമിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന കോമ്പൻസേഷനാണ്. ഇതൊന്നും ഒരിക്കലും പ്രോഫിറ്റ്സ് ഇൻ ലിയോ സാലറിയിൽ ഉൾപ്പെടുകയില്ല. അതൊക്കെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെർക്യൂസിറ്റ്സ്? പെർക്യൂസിറ്റ് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ആണ്. എനി കാഷ്വൽ എമോൾമെൻറ്റ് ഫീ ഓർ പ്രോഫിറ്റ്സ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻസ് ടു സാലറി ഓർ വേജ്. സാലറി ഓർ വേജിന് പുറമെ മറ്റ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, പ്രോഫിറ്റ്സോ ഫീസോ ഇതൊക്കെ എംപ്ലോയിക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് പെർക്യൂസിറ്റ്സ് എന്ന് പറയാം. ഈ പെർക്യൂസിറ്റ്സിനെ തന്നെ ടാക്സ് പർപ്പസ് പ്രകാരം ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർക്യൂസിറ്റ്സ് ആർ ക്ലാസിഫൈഡ് as tax-free perquisite, taxable perquisites and perquisites taxable in the hands of specified category of employee. ഇപ്പോൾ ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ് ഉണ്ട്, ടാക്സബിൾ പെർക്യൂസിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രം ടാക്സബിൾ ആവുന്ന പെർക്യൂസിറ്റ്സ്. ഇതിൽ തന്നെ ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് മെഡിക്കൽ ബെനിഫിറ്റ്സ്. മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇൻ ഇന്ത്യയും ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യയും ഉണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ ബെനിഫിറ്റ്സിൽ എത്ര മാത്രമാണ് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആവുന്നതെന്ന് നോക്കാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് ഇൻ ഇന്ത്യയിൽ
The value of any medical treatment provided to the employee or any member of his family in any hospital maintained by the employer. എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വരുന്നു, അതിനുള്ള എക്സ്പെൻസുകളാവുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് എംപ്ലോയിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. ദെൻ എനി എമൗണ്ട് സ്പെൻഡ് ബൈ ദ എംപ്ലോയർ ഫോർ ട്രീറ്റ്മെൻറ്റ് ഇൻ എ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ബൈ ദ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അല്ലെങ്കിൽ ഈ എംപ്ലോയിയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ്റോ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്ത് ഏതെങ്കിലും ഹോസ്പിറ്റലോ വെച്ചാണെങ്കിൽ അത്തരത്തിൽ എംപ്ലോയിയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് നടത്തുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ കേസിൽ ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആയിരിക്കും. ദെൻ പ്രീമിയം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ദ ഹെൽത്ത് ഇൻഷുറൻസ് ഓഫ് ദ എംപ്ലോയി അണ്ടർ ആൻ അപ്രൂവ്ഡ് സ്കീം. അതുപോലെ തന്നെ എംപ്ലോയിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലേക്ക് എംപ്ലോയർ പ്രീമിയം അടക്കുകയാണെങ്കിൽ അതും എംപ്ലോയിയെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. അത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആയിരിക്കും. ദെൻ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഓർ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ എംപ്ലോയി. അതുപോലെ തന്നെ എംപ്ലോയി അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ടാവും, അത് തിരികെ ലഭിക്കുകയാണെങ്കിൽ അതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആയിരിക്കും. ദെൻ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യയും പറയുന്നുണ്ട്. എക്സ്പെൻഡിച്ചർ ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഫാമിലി. എംപ്ലോയിയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനോ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ അത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വെച്ചാണ് ആ എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിലും അത് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിലും എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്, ടാക്സ് ഫ്രീ ബെനിഫിറ്റ്സ് ആണ് അതെന്ന് പറയുന്നത്. ദെൻ ഇഫ് ദ എംപ്ലോയർ ഇൻകർ എനി എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റേ ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് വൺ അറ്റൻഡൻറ്റ് എബ്രോഡ് ഇറ്റ് ഷാൽ ബി എക്സംപ്റ്റ്. അതുപോലെ തന്നെ ഈ എംപ്ലോയിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു അറ്റൻഡൻറ്റിനെ നിയമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ വരുന്ന എക്സ്പെൻസുകളും എംപ്ലോയർ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ അതൊരു ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. മീൽസ് ഇഫ് ദ കോസ്റ്റ് ഡസ് നോട്ട് എക്സീഡ് ₹50 പെർ മീൽ, അതായത് പെർ മീൽ കോസ്റ്റ് ₹50യേക്കാളും കുറവാണെങ്കിൽ അല്ലെങ്കിൽ 50യേക്കാളും കുറവാണെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആയിരിക്കും. വെൻ ദ കോസ്റ്റ് എക്സീഡ് ₹50 പെർ മീൽ കോസ്റ്റ് ₹50യേക്കാളും കൂടുതലാണെങ്കിൽ കോസ്റ്റ് ഓവർ ₹50 പെർ മീൽ ഈസ് ടാക്സബിൾ. എത്രയാണോ എക്സസ് എമൗണ്ട് 50 രൂപേനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ എത്രയാണോ എക്സസ് എമൗണ്ട് അത്രയും ടാക്സബിൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് പെർ മീൽ എന്ന് പറയുന്നത് ₹70 ആണ്, 70 രൂപയാണ്. അപ്പോൾ എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് ₹20 ആയിരിക്കും. അപ്പോൾ 20 എക്സസ് എമൗണ്ട് എത്ര ദിവസം വരെ അവർ കഴിച്ചു അല്ലെങ്കിൽ എത്ര മാസം വരെ അവർ അത് കഴിച്ചു, അപ്പോൾ അത്രയും ദിവസം കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആവും. അപ്പോൾ അത്രയും ടാക്സബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് അറ്റ് വർക്ക് സൈറ്റ്, പ്രൊജക്റ്റ് സൈറ്റ്, ഇതൊന്നും ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. ഈ കോസ്റ്റ് ₹50 പെർ മീൽ മേ ബി ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ഉണ്ട്. എക്സ്പെൻസസ് ഓൺ ടെലിഫോൺസ് ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺ, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻസ് ടു സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഈ എല്ലാ ഐറ്റവും വായിക്കാം. ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ ഐറ്റമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ലീവ് ട്രാവൽ കൺസെഷൻസ്, അത് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലീവ് ട്രാവൽ കൺസെഷൻസ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ നോട്ട് എക്സീഡിങ് ₹20,000. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ആയിരിക്കാം അല്ലെങ്കിൽ കൺസെഷണൽ ലോൺ ആയിരിക്കാം. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 20,000-നേക്കാളും കുറവാണെങ്കിൽ അല്ലെങ്കിൽ 20,000-ഓ അല്ലെങ്കിൽ 20,000-നേക്കാളും കൂടുതലല്ല എങ്കിൽ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോണൊക്കെ ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. ദെൻ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ് പ്രൊവൈഡഡ്, ഇതൊക്കെ ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ സ്പെസിഫൈഡ് എംപ്ലോയി? അപ്പോൾ ആരാണ് ഒരു സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയിയിൽ വരുന്നതെന്ന് നോക്കാം. എ ഡയറക്ടർ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഡയറക്ടർ
സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയി ആണ്. എ പേഴ്സൺ ഹാവിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി, ഒരു കമ്പനിയുടെ മോർ ദാൻ 20% വോട്ടിംഗ് പവേഴ്സും ഒരു പേഴ്സൺസിന് ഉണ്ടെങ്കിൽ അദ്ദേഹവും ആ കമ്പനിയുടെ സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയി ആണ്. മോർ ദാൻ 20% ഓഫ് വോട്ടിംഗ് പവേഴ്സ് ഓഫ് ദി കമ്പനി. An employee whose income under the head salary exceed rupees 50,000 after making deduction under section 16. അതായത് ഇൻകം ഫ്രം സാലറിയിൽ നിന്നും സെക്ഷൻ 16 പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ലെസ് ചെയ്തതിന് ശേഷവും ആ എംപ്ലോയിയുടെ ഇൻകം ഫ്രം സാലറി 50,000-നേക്കാളും കൂടുതലാവുകയാണെങ്കിൽ ആ പേഴ്സണും സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയി ആണ്. ഹൂസ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി എക്സീഡ് rupees 50,000. അപ്പം ഒരു കമ്പനിയുടെ ഡയറക്ടർ ഒരു കമ്പനിയിൽ വോട്ടിംഗ് പവർ മോർ ദാൻ 20% വോട്ടിംഗ് പവേഴ്സ് റൈറ്റ്സ് ഉള്ള ഒരാൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി rupees എക്സീഡ് 50,000 ആണെങ്കിൽ അദ്ദേഹം സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് എംപ്ലോയി ആയിരിക്കും. 3 മാർക്കിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ദ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ കാൽക്കുലേറ്റഡ് അണ്ടർ ദ ഹെഡ് സാലറി. എങ്ങനെയാണ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ വാല്യൂ ചെയ്യുന്നത്? വാല്യുവേഷൻ ഓഫ് പെർക്യൂസിറ്റ്സിൻ്റെ കീഴിൽ തന്നെയാണ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കാൽക്കുലേഷൻ പറയുന്നത്. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് എംപ്ലോയീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി ഗവൺമെൻറ് എംപ്ലോയീസ് എന്നും അതർ എംപ്ലോയീസ് എന്നും. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്നത് ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ലൈസൻസ് ഫീ ആയിരിക്കും വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. When furnished accommodation is provided, 10% of the cost of furniture is added to the license fee. ഇനി ഈ എംപ്ലോയർ ഈ ഗവൺമെൻറ് എംപ്ലോയിക്ക് എന്തെങ്കിലും ഫർണിച്ചേഴ്സോ കാര്യങ്ങളോ ഈ റെസിഡൻഷ്യൽ അക്കോമഡേഷൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചേഴ്സിൻ്റെ 10% ഈ ലൈസൻസ് ഫീയുടെ വാല്യൂവിനോടൊപ്പം ആഡ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെൻറ് പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഇനി അതർ എംപ്ലോയീസിൻ്റെ കേസിൽ നോക്കാം. അതർ എംപ്ലോയീസിൻ്റെ കേസിൽ അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയറുമുണ്ട്, അതുപോലെ തന്നെ അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ ഓൺ റെൻറ്റ് ബൈ ദ എംപ്ലോയറുമുണ്ട്. In the case of employees other than the government employee, the value of rent-free accommodation is determined as follows. Accommodation owned by the employer, ആ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണെങ്കിൽ 10% ഓഫ് സാലറി ഇൻ സിറ്റീസ് വെയർ പോപ്പുലേഷൻ എക്സീഡ്സ് 40 lakhs. അപ്പം അക്കോമഡേഷൻ്റെ വാല്യൂ കാണേണ്ടത് ഇപ്പം എംപ്ലോയ്മെൻറ്റ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സിറ്റി ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ മുംബൈ, ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റി മുംബൈ, ചെന്നൈ, കൊൽക്കത്ത അല്ലേ, ഡൽഹി പോലെയുള്ള സിറ്റി ആണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ 40 ലക്ഷത്തിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ സിറ്റിയുടെ പോപ്പുലേഷൻ 40 ലക്ഷത്തിനേക്കാളും കൂടുതലാണെങ്കിൽ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് 10% ഓഫ് സാലറി ആയിരിക്കും. എംപ്ലോയിയുടെ സാലറിയുടെ 10% ആയിരിക്കും വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷൻ എക്സീഡ് 50 lakh ബട്ട് നോട്ട് മോർ ദാൻ 40 lakhs. ഇനി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 ലക്ഷമോ അതിൽ കൂടുതലോ എന്നാൽ 40 ലക്ഷത്തിനേക്കാളും കുറവാണെങ്കിൽ എംപ്ലോയിയുടെ സാലറിയുടെ 7.5% ആയിരിക്കും വാല്യൂ ഓഫ് പെർക്യൂസിറ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻ എനി അതർ പ്ലേസ് ആണെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയിലും അല്ല, അല്ലെങ്കിൽ പോപ്പുലേഷൻ ലെസ് ദാൻ 15 lakh ആണെങ്കിൽ 5% ഓഫ് സാലറി ആയിരിക്കും എംപ്ലോയിയുടെ സാലറിയുടെ 5%. അപ്പോൾ 3 കണ്ടീഷനാണ് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദ എംപ്ലോയറിൽ പറയുന്നത്. അത് നമ്മൾ പറയുന്നത് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. പോപ്പുലേഷൻ 40 ലക്ഷത്തിനേക്കാളും കൂടുതലാണെങ്കിൽ എംപ്ലോയിയുടെ സാലറിയുടെ 10% വാല്യൂ. ഇനി പോപ്പുലേഷൻ എന്ന് പറയുന്നത് എബവ് 15 lakh ബട്ട് ലെസ് ദാൻ 40 lakh ആണെങ്കിൽ, ബിറ്റ്വീൻ 15 lakh ആൻഡ് 40 lakhിനിടയിലാണെങ്കിൽ 7.5% ഓഫ് സാലറി ഓഫ് എംപ്ലോയിയുടെ സാലറിയുടെ 7.5% വാല്യൂ എന്ന് പറയുന്നത്. ദെൻ പോപ്പുലേഷൻ 15 ലക്ഷത്തിനേക്കാളും കുറവാണെങ്കിൽ അതർ പ്ലേസിലാണെങ്കിൽ സാലറിയുടെ എംപ്ലോയിയുടെ സാലറിയുടെ 5% വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എംപ്ലോയർക്ക് വേണ്ടി എന്തെങ്കിലും
എന്താണ് ഫർണിച്ചേഴ്സ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചറിൻ്റെ 10% ഈ വാല്യൂവിനോടൊപ്പം ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ ഓൺ റെൻറ്റ് ബൈ ദ എംപ്ലോയർ. ഈ എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള എന്താണ് അക്കോമഡേഷൻ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. എംപ്ലോയർ തന്നെ അത് റെൻറ്റിനെടുത്ത് പിന്നീട് എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ച്വൽ ലീസ് റെൻറ്റൽ പെയ്ഡ് ഓർ പേയബിൾ ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ എത്രയാണോ അതൊരു റെൻറ്റ് കൊടുക്കുന്നത്, അല്ല എങ്കിൽ 10% ഓഫ് ദ സാലറി, എംപ്ലോയിയുടെ സാലറിയുടെ 10%, വിച്ച് എവർ ഈസ് ലെസ് ഇസ് ദ വാല്യൂ ഓഫ് അക്കോമഡേഷൻ. അപ്പം അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ ആക്ച്വൽ ലീസ് റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ, അല്ല എങ്കിൽ 10% ഓഫ് സാലറി ഓഫ് എംപ്ലോയി. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ അതായിരിക്കണം വാല്യൂ ഓഫ് എന്താണ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ, ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ടെലിവിഷൻ സെറ്റ്, റേഡിയോ സെറ്റ്, റെഫ്രിജറേറ്റർ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചേഴ്സിൻ്റെ 10% ഇതിനോടൊപ്പം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ഓർ ഓൺ റെൻറ്റ് ബൈ ദ എംപ്ലോയർ വരുമ്പോൾ എംപ്ലോയർ കൊടുത്തിട്ടുള്ള ആക്ച്വൽ റെൻറ്റ് അല്ല എങ്കിൽ സാലറിയുടെ 10%, ഇതിൽ ഏറ്റവും കുറവ് എമൗണ്ട് ഏതാണോ അത് ആദ്യം എടുക്കാം. അതിനോടൊപ്പം 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അതായിരിക്കും വാല്യൂ ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. ഈ പറയുന്നത് പോലെ എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള ഒരു ബിൽഡിങ്ങിലോ കാര്യങ്ങളിലോ അല്ല അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എംപ്ലോയർ ലീസ് റെൻറ്റിനെടുത്ത് ഒരു വീട്ടിലല്ല ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പകരം അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടലിലാണ് ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ വെർ ദ എംപ്ലോയർ പ്രൊവൈഡ് അക്കോമഡേഷൻ ഇൻ എ ഹോട്ടൽ പെർക്വിസിറ്റ് വാല്യൂ ഈസ് ഡിറ്റർമൈൻഡ് ആസ് ഫോളോ. എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഇഫ് ദ അക്കോമഡേഷൻ ഈസ് ഇൻ കണക്ഷൻ വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ദ എംപ്ലോയി ആൻഡ് ദ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഹോട്ടൽ ഡസ് നോട്ട് എക്സീഡ് 15 days, ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഈസ് നിൽ. അപ്പോൾ ഈ ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് എംപ്ലോയിയുടെ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ എംപ്ലോയി അവിടെ താമസിച്ചിട്ടുള്ളത് ഹോട്ടലിൽ താമസിച്ച ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 ദിവസത്തിനേക്കാളും കുറവാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് നില്ലായിരിക്കും. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഇനി അതർ കേസ് ദ വാല്യൂ ഷാൽ ബി 24% ഓഫ് ദ salary of the period during which such accommodation is provided or actual hotel charge whichever is less. അതർ കേസസിലാണെങ്കിൽ വാല്യൂ കണക്കാക്കേണ്ടത് 20% ഓഫ് ദ സാലറി ഓഫ് ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ്. ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത ആ പീരീഡിനുള്ളിൽ ആ എംപ്ലോയിക്ക് കിട്ടുന്ന സാലറിയുടെ 24%, അല്ലെങ്കിൽ ആക്ച്വൽ ഹോട്ടൽ ചാർജ് എത്രയാണോ വരുന്നത്, ഇത് രണ്ടും കമ്പയർ ചെയ്യുക. അതിലേറ്റവും കുറവ് ഏതാണോ അതായിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ കണക്കാക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10% ഓഫ് സാലറി, 7.5% ഓഫ് സാലറി, 5% ഓഫ് സാലറി. അപ്പോൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂയിങ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇറ്റ് ഇൻക്ലൂഡ് ബേസിക് പേ, DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ടാക്സിബിൾ പാർട്ട് ഓഫ് അലവൻസ്, എല്ലാ ടാക്സിബിൾ അലവൻസും എടുക്കാം. ദെൻ ബോണസ്, കമ്മീഷൻ, പെൻഷൻ, എനി അതർ മോണിറ്ററി പേയ്മെൻറ്റ്. പക്ഷേ ഈ പറയുന്ന ഐറ്റം ഒന്നും ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. DA ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് തന്നിട്ടില്ലെങ്കിൽ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണാൻ സാലറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻസ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, എക്സംപ്റ്റ് അലവൻസ്, ടാക്സബിൾ പോർഷൻ അലവൻസ് നമുക്ക് ഉൾപ്പെടുത്താം, എന്നാൽ എക്സംപ്റ്റ് അലവൻസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല. ദെൻ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്, ഇതൊന്നും നമുക്ക് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂവിങ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാണുമ്പോൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദെൻ അരിയേഴ്സ് ഓഫ് സാലറി, അഡ്വാൻസ് ഓഫ് സാലറി റിസീവ്ഡ്, ഇതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇൻകം ഫ്രം സാലറിയിൽ നിന്നും essay ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലം വരാം. അതുപോലെ തന്നെ തിയറി ഭാഗത്ത് നിന്നും essay വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഫുള്ളി ടാക്സബിൾ അലവൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഫുള്ളി ടാക്സബിൾ അലവൻസിനെ കുറിച്ച് എഴുതാൻ. അപ്പോൾ ഒരുപാട് അലവൻസസ് ഉണ്ട്, ഫുള്ളി ടാക്സബിൾ ആവുന്ന ഒരുപാട് അലവൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മാക്സിമം ഒരു 10-12 പോയിൻറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതിൽ ഒന്നാമത്തെ പോയിൻറ്റ്
ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ്. ഇതെന്ന് പറയുന്നത് എംപ്ലോയിയുടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ അതിൽ നിന്നും ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ DA എന്ന് പറയുന്നത് ഒരു ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. മോസ്റ്റ്ലി നമ്മുടെ SA ക്വസ്റ്റ്യൻ, പ്രോബ്ലം ക്വസ്റ്റ്യനിലൊക്കെ തന്നിട്ടുള്ളൊരു അല്ലെങ്കിൽ തരാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് DA എന്ന് പറയുന്നത്. Then interim relief allowance. When there is unavoidable delay in salary revision, interim relief is provided to employee. Interim relief is fully taxable allowance. അപ്പോൾ സാലറി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു ഇൻ്ററിം റിലീഫ് പോലെ എംപ്ലോയിക്ക് ചില അലവൻസ് കൊടുക്കാം അല്ലേ. സാലറി കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അലവൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇൻ്ററിം റിലീഫ് അലവൻസ് എന്ന് പറയും. അത്തരത്തിലുള്ള അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ദെൻ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. To meet the extra cost of living, city compensatory allowance is provided to employee working in city. ഇപ്പോൾ സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പം അത്തരത്തിലുള്ള എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്നത്. അതും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. പ്രൊജക്റ്റ് അലവൻസ് മേ ബി പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് വർക്കിംഗ് ഓൺ സ്പെഷ്യൽ പ്രൊജക്ട്സ്. അപ്പോൾ എംപ്ലോയിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ പ്രൊജക്ട്സോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മീറ്റ് ചെയ്യാനുള്ള അലവൻസാണ് പ്രൊജക്റ്റ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. നെക്സ്റ്റ് ഐറ്റം മെഡിക്കൽ അലവൻസ്. ഫിക്സ്ഡ് മെഡിക്കൽ അലവൻസ് മേ ബി പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് ടു മീറ്റ് ദ പ്രോബബിൾ എക്സ്പെൻഡിച്ചർ. മെഡിക്കൽ അലവൻസസ് ഈസ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. അതുപോലെ തന്നെ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് മെഡിക്കൽ അലവൻസ്. അപ്പോൾ മെഡിക്കൽ അലവൻസ് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. സാലറിയിൽ ഫുള്ളി ടാക്സബിൾ ആവുന്ന ഒരു ഐറ്റമാണ് മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത്. ടിഫിൻ allowance is given to meet the food expenses of the employee. This is another taxable allowance. അപ്പോൾ ടിഫിൻ അലവൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലവൻസസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ അലവൻസസ് ആണ്. ദെൻ സെർവൻറ്റ് അലവൻസ്. Instead of providing domestic servants, employer may give servant allowances to the employees so that they can employ their own servants. എംപ്ലോയർ ഒരു ഡൊമസ്റ്റിക് സെർവൻറ്റിനെ എംപ്ലോയിക്ക് വേണ്ടി നിയമിക്കുന്നതിന് പകരം സെർവൻറ്റിനെ നിയമിക്കാനുള്ള അലവൻസ് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. അതിലൂടെ എംപ്ലോയി തന്നെ സ്വയം നിയമിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ദെൻ വാർഡൻഷിപ്പ് അലവൻസ്, പ്രോക്ടർ അലവൻസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ, അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ടീച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. അതിലുപരി ഒരു ഹോസ്റ്റലിലെയോ വാർഡനൊക്കെ ആയിട്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനുള്ള വാർഡൻഷിപ്പ് അലവൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഓവർസീ ഡോർമിറ്ററി അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയാണെങ്കിൽ പ്രോക്ടർ അലവൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന അലവൻസൊക്കെ ആ എംപ്ലോയിയുടെ കേസിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിരിക്കും. നെക്സ്റ്റ് ഡെപ്യൂട്ടേഷൻ അലവൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അലവൻസ്. ഒരു എംപ്ലോയിയുടെ നോർമൽ ഡ്യൂട്ടിക്ക് പകരം മറ്റേതെങ്കിലും ഒരു ജോബ് അയാൾക്ക് അസൈൻ ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന അലവൻസും ഇയാളുടെ കേസിൽ എംപ്ലോയിയുടെ കേസിൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഓവർ ടൈം അലവൻസ്. ഇപ്പോൾ എംപ്ലോയി ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓവർ ടൈം അലവൻസ് പ്രൊവൈഡ് ചെയ്യും. അതും ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. മാരേജ് അലവൻസ് may be given to meet the expenditure on marriage of children of the employee. എംപ്ലോയിയുടെ ചിൽഡ്രൻ്റെ മാരേജ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാരേജ് അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അത് എംപ്ലോയിയുടെ കേസിൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. നെക്സ്റ്റ് നോൺ പ്രാക്ടീസിങ് അലവൻസ്. നോൺ പ്രാക്ടീസിങ് അലവൻസ് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഡോക്ടേഴ്സ് ഗെറ്റ് നോൺ പ്രാക്ടീസിങ് അലവൻസ് ഫോർ നോട്ട് ക്യാരിങ് ഓൺ പ്രൈവറ്റ് പ്രാക്ടീസ്. ഇപ്പം ഗവൺമെൻറ് എംപ്ലോയീസ് പ്രൊഫഷണൽ ആണവർ. അപ്പം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുന്നു, പക്ഷെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നോൺ പ്രാക്ടീസിങ് അലവൻസ് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ അതും അവരുടെ കേസിൽ ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ദിസ് ഈസ് ആൻ അലവൻസ് യൂഷ്വലി ഗിവൺ ടു എംപ്ലോയീസ് ഹാവിംഗ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ലൈക്ക് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഫോർ നോട്ട് ക്യാരിങ് ഓൺ ദ പ്രൊഫഷണൽ പ്രാക്ടീസ് അലോങ് വിത്ത് ദി എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഗവൺമെൻറ് ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പം അതിന് പുറമെ അവർ പ്രൈവറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ നോൺ പ്രാക്ടീസിങ് അലവൻസ് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള അലവൻസ് ആ
എംപ്ലോയിയുടെ കേസിൽ ഫുള്ളി ടാക്സിബിൾ ആണ്. ദെൻ ഫാമിലി അലവൻസ് ഈസ് ഗിവൺ ടു എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി ഓഫ് ദ എംപ്ലോയി. ഇറ്റ് ഈസ് ഫുള്ളി ടാക്സിബിൾ. എത്രയാണോ എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, അവരെ ബേസ് ചെയ്തിട്ടാണ് ഫാമിലി അലവൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫാമിലി അലവൻസും ഫുള്ളി ടാക്സിബിൾ ആണ്. നെക്സ്റ്റ് ലഞ്ച്, ഡിന്നർ ഓർ റിഫ്രഷ്മെൻറ്റ് അലവൻസ്. അപ്പോൾ റിഫ്രഷ്മെൻറ്റ് അലവൻസ് ഒക്കെ എന്താണ്, ടിഫിൻ അലവൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്താണ് ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. എന്നാൽ ഈ എംപ്ലോയിക്ക് ഫ്രീ ആയിട്ടാണ് ലഞ്ച്, ഡിന്നർ, റിഫ്രഷ്മെൻറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ പെർക്യൂസിറ്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്താണ്, അലവൻസ് ആയിരിക്കില്ല. അപ്പം പെർക്യൂസിറ്റ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പെർ മീൽ എക്സീഡ് ₹50 പെർ മീൽ ആണെങ്കിൽ അതെന്തായിരിക്കും, ടാക്സിബിൾ ആയിരിക്കും. ദെൻ സ്പെഷ്യൽ അലവൻസ് ഗിവൺ ഫോർ സ്പെഷ്യൽ പർപ്പസ് ഓർ ഡ്യൂട്ടി ഈസ് ഫുള്ളി ടാക്സിബിൾ. ദെൻ ഹോളിഡേ ട്രിപ്പ് അലവൻസ്, അപ്പോൾ ഇതും എന്താണ്, ടാക്സിബിൾ അലവൻസ് തന്നെയാണ്. പക്ഷേ ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത് ഒരു ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ്സ് ആണ്. പെർക്യൂസിറ്റ്സിൻ്റെ കേസിൽ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫെസ്റ്റിവൽ അലവൻസ്, ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ സമയത്ത് നമുക്ക് അലവൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഓണം ഫെസ്റ്റിവൽ അലവൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസും ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാം. അപ്പോൾ അലവൻസിനെ നമുക്ക് ഫുള്ളി ടാക്സിബിൾ എന്നും പാർട്ട്ലി ടാക്സിബിൾ എന്നും അതുപോലെ തന്നെ ഫുള്ളി എക്സംപ്റ്റ് അലവൻസ് എന്നും എന്താണ് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ പാർട്ട്ലി ടാക്സിബിൾ അലവൻസ്, ഈ പാർട്ട്ലി ടാക്സിബിൾ അലവൻസ് വെച്ചാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലേ. ഈ നമ്മുടെ essay ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതൽ ഐറ്റവും പാർട്ട്ലി ടാക്സിബിൾ അലവൻസിൽ നിന്നാണ്. അപ്പോൾ ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ട്ലി ടാക്സിബിൾ അലവൻസ് ആണ്. അപ്പോൾ HRA കാൽക്കുലേഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ദെൻ എന്താണ്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് ഏത് പ്ലേസിലാണെന്ന് നോക്കാം. മുംബൈ, ചെന്നൈ, കൊൽക്കത്ത അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ 50% ഓഫ് സാലറി കൺസിഡർ ചെയ്യാം. അതർ പ്ലേസിലാണെങ്കിൽ 40% ഓഫ് സാലറി. അപ്പോൾ ആ 3 ഐറ്റത്തിലും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അത്രയും വരെ HRAയിൽ നിന്നും എക്സംപ്റ്റഡ് ആയിരിക്കും. എന്താണ്, ബാക്കി വരുന്നത് ടാക്സിബിൾ HRA ആയിരിക്കും. അപ്പോൾ HRAൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അപ്പോൾ ഇതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് ഗിവൺ ടു ദോസ് എംപ്ലോയീസ് ഹൂ ഡീൽ വിത്ത് കസ്റ്റമേഴ്സ്, ജനറൽ പബ്ലിക്, അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സെട്ര ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് എൻ്റർടൈനിങ് സച്ച് പീപ്പിൾ. അപ്പം എംപ്ലോയി എന്താണ്, ഒരുപാട് കസ്റ്റമേഴ്സിനെയും അല്ലെങ്കിൽ പബ്ലിക്കിനെയൊക്കെ ഒരുപാട് ആൾക്കാരെ എന്താണ് മീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അതിന് കൊടുക്കുന്ന അലവൻസാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് ഫുള്ളി ടാക്സിബിൾ ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് എംപ്ലോയീസ്. ഒരു പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ കേസിലാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ പ്രൈവറ്റ് എംപ്ലോയിക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആയിരിക്കും. എന്നാൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസസിലാണെങ്കിൽ എന്താണ്, സെർട്ടൻ എമൗണ്ട് ഇവർക്ക് ഇതിൽ നിന്നും ലെസ് ചെയ്യാവുന്നതാണ്. അത് ഡിഡക്ഷൻ പറയുന്നത് 20% ഓഫ് സാലറിയുടെ 20% അല്ല എങ്കിൽ 5,000 റുപ്പീസ് 5,000 അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് റിസീവ്ഡ്, എൻ്റർടൈൻമെൻറ്റ് എമൗണ്ട് എത്രയാണോ റിസീവ് ചെയ്തത് ഈ 3 ഐറ്റത്തിൽ ഏറ്റവും കുറവ് ഏതാണോ അത്രയും ലെസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസസിലാണ് ഡിഡക്ഷൻ പറയുന്നത് സാലറിയുടെ 20% അല്ലെങ്കിൽ ₹5,000 അല്ലെങ്കിൽ ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് എമൗണ്ട് റിസീവ്ഡ്. ഇത് 3ഉം കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ് അത്ര വരെ എക്സംഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ദെൻ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണോ അതായിരിക്കും ടാക്സിബിൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ ഹിൽ അലവൻസ് ഓർ ഹിൽ ട്രാക്ട് അലവൻസ്, ട്രൈബൽ ഏരിയ അലവൻസ്, ഹെൽപ്പർ അലവൻസ് സ്പെൻഡ് ഫോർ ദ പർപ്പസ് ഈസ് എക്സംപ്റ്റ്, ബാലൻസ് ഈസ് ടാക്സിബിൾ. ഇപ്പോൾ ഹെൽപ്പർ അലവൻസ് ഒരു 1,000 തന്നു, അതിലൊരു 900 സ്പെൻഡ് ചെയ്തു. അപ്പോൾ സ്പെൻഡ് ഫോർ ദ പർപ്പസ് എത്രയാണോ സ്പെൻഡ് ചെയ്തത് 900 വരെ എക്സംപ്റ്റ് ആയിരിക്കും. ബാക്കി 1,000ൽ 900 സ്പെൻഡ് ചെയ്താൽ ബാക്കി എമൗണ്ട് 100 ആണ്. ആ ബാലൻസ് എമൗണ്ട് 100 ടാക്സിബിൾ ആയിരിക്കും. അപ്പോൾ ഹെൽപ്പർ അലവൻസിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എക്സംപ്റ്റും ബാലൻസ് എമൗണ്ട് ടാക്സിബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് യൂണിഫോം അലവൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്പെൻഡ് ഫോർ ദ പർപ്പസ് ഈസ് നോട്ട് ടാക്സിബിൾ, ബാലൻസ് ഈസ് ടാക്സിബിൾ. ദെൻ ഡെയിലി അലവൻസ് സ്പെൻഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഈസ് നോട്ട് ടാക്സിബിൾ, ബാലൻസ് ടാക്സിബിൾ. ദെൻ ട്രാവലിംഗ് അലവൻസ് സ്പെൻഡ് ഫോർ ടൂർ ഓർ ഒഫീഷ്യൽ പർപ്പസ് ഈസ് നോട്ട് ടാക്സിബിൾ, ബാലൻസ് ടാക്സിബിൾ.
അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് അലവൻസ് ഒരു സ്പെസിഫൈഡ് ലിമിറ്റ്സ് എക്സംഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്. അപ്പോൾ ഒരുപാട് അലവൻസ് ഇവിടെ പറയുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്ത് നിങ്ങളിത് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാം. എസ് എ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഈസ് എക്സംപ്റ്റ് അപ് ടു ₹100 പെർ ചൈൽഡ് പെർ മന്ത് ഫോർ 2 ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ₹100 പെർ ചൈൽഡ്, ഒരു കുട്ടിക്ക് ₹100 വെച്ച് മാക്സിമം 2 ചിൽഡ്രൻസിന് വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 100 ഇൻറ്റു 2 ഇൻറ്റു 12, അപ്പോൾ മാക്സിമം എക്സംഷൻ നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ അത് ടാക്സബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹോസ്റ്റൽ അലവൻസ് ഈസ് എക്സംപ്റ്റ് അപ് ടു ₹300 പെർ ചൈൽഡ് പെർ മന്ത് ഫോർ 2 ചിൽഡ്രൻ. ഒരു കുട്ടിക്ക് ഒരു മാസം ₹300 വെച്ച്, മാക്സിമം ചിൽഡ്രൻ 2 ചിൽഡ്രൻ ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം എക്സംഷൻ കാണണമെങ്കിൽ 300 ഇൻറ്റു 2 ഇൻറ്റു 12 കണ്ടാൽ മതി, മാക്സിമം എക്സംഷൻ കിട്ടും. ദെൻ ഇതിനേക്കാളും കൂടുതൽ എമൗണ്ട് വരികയാണെങ്കിൽ എത്രയാണോ കൂടുതൽ അത്രയും ടാക്സബിൾ ആയിരിക്കും. ദെൻ ഈ പറയുന്ന എല്ലാ ഐറ്റവും നിങ്ങൾ വായിച്ച് നോക്കുക. കൺവെയൻ അലവൻസൊക്കെ ഒഫീഷ്യൽ പർപ്പസിന് സ്പെൻഡ് ചെയ്ത് അത്രയും ടാക്സബിൾ അല്ല. ദെൻ അതിനേക്കാളും വരികയാണെങ്കിൽ എന്താണ് ബാലൻസ് എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാ ഐറ്റവും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഫുള്ളി എക്സംപ്റ്റ് അലവൻസ്, ഫോറിൻ അലവൻസ്. ഇപ്പം നമ്മുടെ എംപ്ലോയി എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ ഫോറിൻ അലവൻസ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. നമ്മളത് സാലറിയുടെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സംച്വറി അലവൻസ് ടു ഹൈക്കോടതി ജഡ്ജ് ആൻഡ് സുപ്രീം കോടതി ജഡ്ജ്. അപ്പം ഈ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എം പിക്കൊക്കെ നമ്മൾ അലവൻസ് കാര്യങ്ങൾ സംച്വറി അലവൻസസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ക്ലോത്തിങ്ങിനും ഫുഡിങ്ങിനും വേണ്ടിയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലവൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അവരുടെ കേസിൽ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആയിരിക്കും. ദെൻ യുണൈറ്റഡ് നേഷൻസ് എംപ്ലോയീസിനും അലവൻസ് കൊടുക്കുകയാണെങ്കിൽ അതും ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ദെൻ പെർ ഡീം അലവൻസ് എന്ന് പറഞ്ഞാൽ ുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുന്ന ചിലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ് പെർ ഡീം അലവൻസ്. ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ആവാം, വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ട്രാവലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പെർ ഡീം അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഇൻകം ഫ്രം സാലറിയിൽ നിന്നും ചോദിച്ച മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഡിഡക്ഷൻ ഫ്രം സാലറി ഇൻകം. സാലറി ഇൻകത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഐറ്റം ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും? അതിൽ ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സെക്ഷൻ 16 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയാണ്, ₹50,000 ആണ്. ഇനി ന്യൂ ടാക്സ് റിജീം ആണ് ഒരു SSC ഫോളോ ചെയ്യുന്നതെങ്കിൽ മാക്സിമം 75,000 വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. സെക്ഷൻ 16 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇപ്പം നമ്മളിത് ഓൾറെഡി അലവൻസിൻ്റെ കേസിൽ പറഞ്ഞതാണ്. ഒരു പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആവുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമാണ്. ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് എംപ്ലോയീസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ ഗ്രോസ് സാലറിയിൽ നിന്നും എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് ആണ് അദ്ദേഹത്തിന് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്നുകിൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആക്ച്വൽ എമൗണ്ട് എത്രയാണോ റിസീവ്ഡ് ചെയ്തത് ദെൻ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 20% കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ₹5,000. ഈ 3 ഐറ്റം കമ്പയർ ചെയ്യാം. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണ് വരുന്നത്? ഒന്നുകിൽ ആക്ച്വൽ എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ 20% ഓഫ് സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ ₹5,000 ആയിരിക്കാം. ഇതിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് അത്രയും വരെ അയാൾക്ക് ഗ്രോസ് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സാലറി ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു ഐറ്റമാണ് പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയി പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാം. ഇനി മറ്റൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, വെൻ പ്രൊഫഷണൽ ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഈ പ്രൊഫഷണൽ ടാക്സ് പേ ചെയ്തിട്ടുള്ളത് എംപ്ലോയർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫസ്റ്റ് ആഡഡ് ടു ദ സാലറി. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എംപ്ലോയിയുടെ സാലറിയുടെ കൂടെ എംപ്ലോയർ പേ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ടാക്സ് ആഡ് ചെയ്യണം. അതിനുശേഷം മാത്രമേ അത് ഡിഡക്ഷൻ അലൗ ചെയ്യുകയുള്ളൂ. അപ്പം ഏതൊക്കെ ആയിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം? ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ
50,000. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സും ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്.